ചേട്ടാ, കേരളത്തിൽ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഹാദിയ കേസ്. ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് മാറിയ തൻ്റെ മകൾ എന്നെങ്കിലും ഒരു നാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഹാദിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നത്. എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാതെ ഹാദിയുടെ അമ്മയായ പൊന്നമ്മ ഈ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴ്പ്പെട്ടു. എന്താണ് ആ കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? ഈ കേസ് കേരളത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്ത, സിൽവ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ലവ് ജിഹാദ് ആരോപണം നേരിട്ട കേസാണ്. 2016 ജാനുവരി 6-ാം തീയതിയാണ് ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനായുള്ള വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ദേവികൃപയിൽ അശോകൻ, അതായത് വൈക്കത്ത് ടി വി പുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ ടി വി പുരം അത് ഏതാണ്ട് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ തീരമാണ്. അപ്പം അവിടെയുള്ള ഈ വിരമിച്ച ആർമി ഉദ്യോഗസ്ഥനായിട്ടുള്ള അശോകനൊരു പരാതിയുമായി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി ഇതായിരുന്നു: സേലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഹോമിയോപ്പതി കോഴ്സിന് പഠിച്ചുകൊണ്ടിരുന്ന 25 വയസ്സ് പ്രായമുള്ള തൻ്റെ ഏക മകളായിട്ടുള്ള അഖിലയെ കോളേജിൽ നിന്നും കാണാതായിരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈക്കം പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അതിൻ്റെ നടപടി ആരംഭിച്ചുകൊണ്ടിരിക്കവേ ഇദ്ദേഹം ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു. ഹൈക്കോടതിയിലേക്ക് ഒരു ഹേബിയസ് കോർപ്പസ് പോയി. അത് പോയത് ഈ അഖിലയുടെ സഹപാഠികളായിട്ടുള്ള രണ്ടുപേരുടെ എതിരെയാണ്. ഇവർ തൻ്റെ മകളെ തടഞ്ഞു വച്ചിരിക്കുന്നു. ഇവരും ഇവരുടെ പിതാവായിട്ടുള്ള അബൂബക്കറും പെരിന്തൽമണ്ണ സ്വദേശികളായിട്ടുള്ള ഫസീന ജസീന, അതുപോലെ തന്നെ ഇവരുടെ പിതാവായിട്ടുള്ള അബൂബക്കറും ചേർന്ന് തൻ്റെ മകളെ തടഞ്ഞു വച്ചേക്കുന്നെന്നും പറഞ്ഞ് അശോകൻ്റെ പരാതി ഹേബിയസ് കോർപ്പസായിട്ട് ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ നിന്നും നടപടി ഉണ്ടായ ശേഷം ഈ കുട്ടിയെ ഹാജരാക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞു താൻ തൻ്റെ സഹപാഠികളുടെ സ്വഭാവത്തിലുള്ള വിശുദ്ധത, അവരുടെ മതപരമായിട്ടുള്ള അവർ കാത്തു സൂക്ഷിക്കുന്ന പവിത്രത, ഇതിലൊക്കെ താൻ ബഹുമാനം കൊള്ളുന്നു, തനിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് താൻ അതിൽ ആകൃഷ്ടയായതിനാലാണ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത്. അതിന് 3 മാസം മുമ്പ് തന്നെ താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നായിരുന്നു ഈ കുട്ടി അന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. അതിൻ്റെ കാരണമായിട്ട് ഇത്തരത്തിലവർ മറുപടി പറയാനുള്ള കാരണം, ഈ ഹേബിയസ് കോർപ്പസ് പോകാനുള്ള കാരണവും, അതിന് കുറച്ച് ദിവസം മുമ്പ് ഈ കുട്ടി ഈ സേലത്തെ കോളേജിലെത്തിയത് ഈ ദേവികൃപയിൽ അഖിലയായിട്ടല്ല, ഹാദിയ ആയിട്ടാണ്. ഹാദിയ എന്ന പേരിൽ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ഈ കുട്ടി കോളേജിലേക്ക് വരുന്നത്. ഇത് ഈ അശോകൻ അറിയുന്നു. അശോകനും അശോകൻ്റെ ഭാര്യയായിട്ടുള്ള പൊന്നമ്മയും അറിയുന്നു. അങ്ങനെയാണ് ഇത് വിഷയം സീരിയസ് ആവുന്നത്. കേരളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അതിനു മുമ്പുള്ള അഖിലയുടെ ചിത്രങ്ങൾ പുറത്തു വന്നു, പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നു. ഇത് വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി. ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള തരത്തിൽ ചില സംഘടനകൾ വാദിച്ചു, അതില്ല എന്ന് ഒരു ഭാഗം വാദിച്ചു. അഖിലയുടെ അച്ഛൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്. വിമുക്ത ഭടനായിരുന്നെങ്കിലും ആരായെങ്കിലും അത് തെറ്റല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഈ ഒരു രീതിയിൽ മാറ്റപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഒരു വലിയ കുന്തമുനയായിട്ട് ഉപയോഗിക്കാം. ഇടതുപക്ഷത്തുള്ള ഒരാളുടെ മകൾക്ക് ഇതാണ് സംഭവിക്കുന്നത് എന്ന രീതിയിൽ അങ്ങനെയുള്ള ചർച്ചകൾ അടക്കം കത്തിക്കയറി വന്നു. അങ്ങനെ കോടതിയിൽ ഇത് പറഞ്ഞ ഈ കുട്ടി ഈ ഫസീനയ്ക്കും ജസീനയ്ക്കും ഒപ്പം പോയി, പെരിന്തൽമണ്ണയ്ക്ക് പോയി. അവിടെ അവരുടെ പിതാവായിട്ടുള്ള അബൂബക്കർ ഈ കുട്ടിയെ, അതായത് അഖില എന്ന ഹാദിയെ, അവിടെ കിം എന്ന് പറയുന്ന ഒരു മത പഠനശാലയിൽ എത്തിച്ചെങ്കിലും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ടാമത് തർബിത്തുൽ ഇസ്ലാം സഭ, അതും ഈ പറയുന്ന പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ളതാണ്. അവരവിടെ ഈ കുട്ടിയെ ബാഹ്യ പഠന വിദ്യാർത്ഥി, അതായത് പുറത്തു നിന്നും അബൂബക്കറിൻ്റെ വീട്ടിൽ നിന്നും വന്ന് പഠിച്ചിട്ട് പോകാം എന്ന രീതിയിലാക്കി. അതിൻ്റെ പേരിൽ ഈ അബൂബക്കറിൻ്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം ഇതിൽ നിന്നും പിന്മാറുകയും
പിന്നീട് അവിടെ ഒരു സൈനബ കടന്നു വരികയാണ്. സൈനബ ഈ കുട്ടിയെ മഞ്ചേരിയിലെ സത്യസരണി, പേര് കേട്ടതാണ്, ഒപ്പം വിവാദങ്ങളും നേരിടുന്നതാണ്, സത്യസരണിയിലേക്ക് മാറ്റുന്നു. അവിടെ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പുറത്ത് കേസ് കടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസ് വളരെ വലിയ രീതിയിൽ കടുത്തുകൊണ്ടിരിക്കവേ സൈനബയുടെ വീട്ടിൽ വെച്ച് ഈ കുട്ടിയുടെ വിവാഹം നടന്നു എന്നുള്ള ഒരു വാദം ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇതെങ്ങനെ നടന്നു. ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ഹാദിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെഫിൻ ജഹാൻ എങ്ങനെയാണ് ഹാദിയെ പരിചയപ്പെട്ടത്? ഇതൊരു വലിയ ചോദ്യമായിരുന്നു. കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. കേസിൻ്റെ വാദം കോടതിയിൽ നടക്കുന്നു, അതേസമയത്ത് തന്നെ വിവാഹവും ഈ പറയുന്ന സൈനബയുടെ വീട്ടിൽ വെച്ച് നടക്കുന്നു. ഇതിൽ വലിയ സംശയം കോടതിക്ക് തോന്നി. കോടതി ഒട്ടനവധി കാര്യങ്ങൾ ചോദിച്ചു. എങ്ങനെ പരിചയപ്പെട്ടു? പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഷെഫിൻ ജഹാൻ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഷെഫിൻ ജഹാൻ ഇത് പകർത്തിയില്ല? പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വിവാഹമെന്ന് പറയുന്നത്. ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് നിയമപരമാണെങ്കിലും അല്ലെങ്കിലും. ഇതെന്തുകൊണ്ട് പകർത്തിയില്ല എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്നിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ഇപ്പോൾ ഈ വിവാഹം അറിയിക്കാനുള്ള നടത്തി എന്ന് പറയാൻ പോലും കാരണം ഇതൊരു മലയാളം പത്രത്തിൽ അച്ചടിച്ചു വന്നു എന്ന് പറഞ്ഞു. അത് മലയാളത്തിലൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഈ ഹാദിയായി മാറിയ അഖിലയുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഇതോടുകൂടിയാണ് കേസ് ആകെ തിരിഞ്ഞു മറിഞ്ഞത്. അതുവരെ കേസിൽ ഹൈക്കോടതി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യപ്രകാരം, വ്യക്തിയുടെ ഇഷ്ടപ്രകാരം ഒരു മതവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലെടുത്ത കേസ് ഹൈക്കോടതിക്ക് വലിയ സംശയങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഹൈക്കോടതി പിന്നീടുള്ള നിയമ നടപടിയിൽ ഈ ഷെഫിൻ ജഹാനുമായിട്ടുള്ള ഈ ഹാദിയുടെ വിവാഹത്തെ റദ്ദ് ചെയ്തു. ഇത് സ്വന്തം താല്പര്യപ്രകാരം ഈ കുട്ടി ചെയ്തതല്ല എന്നൊരു കണക്കിലെടുക്കുകയായിരുന്നു. ആ രീതിയിലാണ് ഹൈക്കോടതി ഈ കേസിനെ കണക്കിലെടുത്തത്. അങ്ങനെ ഹൈക്കോടതി കേസിനെ കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ റദ്ദാക്കി ഈ കുട്ടിയുടെ ഇതിൻ്റെ ഇംഗിതം, ഇതിനെ ആരെങ്കിലും പ്രേരണയാലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അശോകനും പൊന്നമ്മയ്ക്കും ഒപ്പം ഈ ഹാദിയെ അയച്ചു. ഞാൻ പറഞ്ഞല്ലോ ടി-പുരത്താണ് അവരുടെ വീട്. ഇവർ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കഴിയുന്നതിനിടെ ഈ അശോകനൊരു വലിയ ചതി പറ്റി. ആ ചതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അശോകനെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ മകളുമായി എനിക്ക് സംസാരിക്കണം, താങ്കളുടെ മകളുടെ താല്പര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം, ഞാൻ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാം. ഇതാണ് ഈ അശോകനോട് പറയുന്നത്. അപ്പോൾ ഈ അശോകൻ അന്വേഷിച്ചപ്പോൾ ഒട്ടനവധി ഈ പറയുന്ന ഈ ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ നിന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. അങ്ങനെയാണല്ലോ കുറേ കാലം മുമ്പേ അദ്ദേഹം ഈ രാഹുൽ ഈശ്വർ അറിയപ്പെട്ടിരുന്നത്. എല്ലാത്തരം വിവാദങ്ങളിലും ചെന്ന് പെടുന്ന ഒരാളാണ്. അതെ, എല്ലാത്തരം വിവാദങ്ങളിലും അദ്ദേഹം തലവെക്കാറുണ്ട്. കുറേ കാലം മുമ്പ് ഈ കാവ്യമാധവനെ സംബന്ധിച്ച് വളരെ മോശമായൊരു പരാമർശം അദ്ദേഹം നടത്തി. കാവ്യമാധവൻ സ്ക്രീനിന് മുന്നിനേക്കാൾ കൂടുതൽ സ്ക്രീനിന് പുറത്ത്, ക്യാമറയ്ക്ക് പിന്നിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു വിവാദം ഉയർത്തുകയും പിന്നീട് അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ അശോകൻ ഇദ്ദേഹത്തെ വിശ്വാസം തോന്നി. വളരെ വാക്ചാതുര്യമുള്ള ഒരാളാണ്. എന്തെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിനെ മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ കൊണ്ട് സാധിക്കും എന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിൽ അദ്ദേഹം വരാൻ അനുവാദം കൊടുത്തു. ആദ്യം ഒരു ദിവസം വന്ന് സംസാരിച്ചു, അതിനുശേഷം തിരിച്ചുപോയി. പിന്നീട് വീണ്ടും എത്തി. അപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് കേസ് വന്നു. സുപ്രീം കോടതിയിലേക്ക് ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഹാദിയുടെ ഭർത്താവിൻ്റെ കേസ് സുപ്രീം കോടതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം കടന്നെത്തിയ ഇദ്ദേഹം ഈ അശോകൻ്റെ ഫോണിലേക്ക് മറ്റാരെയോ കൊണ്ട് വിളിപ്പിച്ച് അതായത് രാഹുൽ ഈശ്വർ ഹാദിയോട് സംസാരിക്കുമ്പോൾ ഹാദിയുടെ അരികിൽ അശോകൻ ഉണ്ടാകാൻ പാടില്ല. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താല്പര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല. മുൻപ്
ഈ അശോകൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കവേ ഈ രാഹുൽ ഈശ്വർ ഈ ഹാദിയോട് സംസാരിക്കുന്നു. ഹാദിയോട് സംസാരിക്കുന്നതിനിടെ ഈ കുട്ടി അപ്പോഴും ഹിജാബൊക്കെ ധരിച്ചാണ് വീട്ടിൽ കഴിയുന്നത്. ഈ കുട്ടി കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ ഇദ്ദേഹത്തോട് പറയുന്നു. ഈ രാഹുൽ ഈശ്വർ ഇത് റെക്കോർഡ് ചെയ്തു. പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം ഈ കേസിൻ്റെ നാൾവഴികൾക്കിടെ, അതായത് സുപ്രീം കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക ശക്തമായിട്ടുള്ള പിടിവലി ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് ഹാരിസ് ബീരാനായിരുന്നു. അപ്പോൾ അതായത് ഹാദിയയ്ക്ക് വേണ്ടിയിട്ട്, ഷെഫിൻ ജഹാന് വേണ്ടിയിട്ട്. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാദം നടക്കുന്നതിനിടെ ഘട്ടം ഘട്ടമായി ഈ വീഡിയോകൾ ഇദ്ദേഹം പുറത്തുവിട്ടു. ഈ കേസിനെ തിരിച്ചടിച്ചു. അതിലെ പ്രധാനപ്പെട്ടൊരു വാചകം താൻ ഏത് സമയവും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇവരുടെ വിശദീകരണമായിരുന്നു. ഈ ഹാദിയയുടെ വീഡിയോ, എന്നെ ഏത് സമയം കൊലപ്പെടുത്തിയേക്കാം, ഞാൻ വീട്ടു തടങ്കലിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ. ഇത് സുപ്രീം കോടതി തെളിവായി സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും സുപ്രീം കോടതി 2017 മെയ് 24 ഈ ഹൈക്കോടതിയുടെ തീരുമാനത്തെ എടുത്ത് കളയുകയും ചെയ്തു. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് സെക്ഷൻ 21 ഭരണഘടനാ അനുച്ഛേദം 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിന് തുല്യമാണ് ഒരാളോടൊപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യാനുള്ള അവകാശം. അത് ജീവിക്കാനുള്ള അവകാശത്തിന് തുല്യമാണ്. ഭരണഘടനാ അവകാശങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം. അതിനോടുള്ള തിരിഞ്ഞു നിൽപ്പാണ് ഹൈക്കോടതിയുടെ ഈ വിവാഹം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഈ കുട്ടിയെ ഷെഫിൻ ജഹാനൊപ്പം വിട്ടു. അതിനുശേഷം അവർ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. പിന്നീട് ദീർഘകാലം ഇവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും സൂക്ഷിക്കാൻ ഈ രണ്ടുപേരും തയ്യാറായിരുന്നില്ല. പിന്നീട് മലപ്പുറത്ത് ഈ ഹാദിയ ഒരു ഹോമിയോ ക്ലിനിക്ക് ഇട്ടു. അങ്ങനെ 2-3 തവണ ഈ അശോകനും പൊന്നമ്മയും അവിടെ പോയി ഈ കുട്ടിയെ കണ്ടു. ഏക മകളാണ്. പൊന്നമ്മ അപ്പോഴത്തേക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് മാറി, ഹൃദ്രോഗിയായിട്ട് മാറി. കാര്യം അവർ യാത്ര ചെയ്യാത്ത, കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ഇതിനിടെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയൊക്കെ ഇതിൽ ശക്തമായി ഇടപെട്ടിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടല്ല, ഹാദിയയ്ക്ക് വേണ്ടിയിട്ട്. MC ജോസഫൈനായിരുന്നു അന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അവരന്നത്തെ കോട്ടയം SP-യോട് VM മുഹമ്മദ് റഫീഖ്, അതായത് അദ്ദേഹമായിരുന്നു അന്നത്തെ SP-യോടൊക്കെ പറഞ്ഞു, ഇതിൻ്റെ വിശദീകരണം ചോദിച്ചു. അങ്ങനെ ഹാദിയയ്ക്ക് ആ വീട്ടിൽ കഴിയവേ അച്ഛൻ്റെയും അമ്മയുടെയും സുരക്ഷയിൽ കഴിയുന്ന ഹാദിയയ്ക്ക്, അതായത് അഖില എന്ന ഹാദിയയ്ക്ക് 2 വനിതാ പോലീസുകാരുടെ സംരക്ഷണം കൊടുത്തു. സ്വന്തം വീടിനുള്ളിൽ 2 വനിതാ പോലീസുകാരുടെ സംരക്ഷണം. ഞാൻ പറഞ്ഞല്ലോ, വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഇവരുടെ വീട്. വേമ്പനാട്ട് കായലിൽ വരെ പോലീസിൻ്റെ പെട്രോളിംഗ് ഏർപ്പെടുത്തി. വീടിന് ചുറ്റും പോലീസ് പെട്രോളിംഗ്, വീടിനകത്ത് 2 പോലീസുകാർ, വനിതാ പോലീസുകാർ, പുറകു വശത്ത് വേമ്പനാട്ട് കായലിൽ ബോട്ട് വഴിയുള്ള പെട്രോളിംഗ്, ശക്തമായിട്ടുള്ള സുരക്ഷ. അങ്ങനെ ഒടുവിലാണ് ഈ കേസ്, ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവർ 2 പേരും മലപ്പുറത്തേക്ക് പോകുന്നു. ഇവർ 2 പേരും പോയി, അതായത് അശോകനും പൊന്നമ്മയും പോയി കാണുന്നു. അവർ രോഗിയാവുന്നു. അവർക്ക് അതിന് ഇടയിൽ 1 തവണ ഹൃദയാഘാതമുണ്ടായി, 2 തവണ ഹൃദയാഘാതമുണ്ടായി. അശോകൻ മകളെ അറിയിച്ചു, പക്ഷേ മകൾ വന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ 2023 ഡിസംബർ മാസം 6 ഈ അശോകൻ വീണ്ടും ഹൈക്കോടതിയിലേക്ക് ഹേബിയസ് കോർപ്പസുമായി വന്നു. അന്ന് അദ്ദേഹത്തിന് അത് കൊണ്ടുവരാനുള്ള കാരണം, പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഈ ഹാദിയയുടെ ക്ലിനിക്ക് അടച്ചുപൂട്ടി. ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിനെ കാണാതാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഹേബിയസ് കോർപ്പസ് 2023 വരുന്നത്. അതിൽ പറഞ്ഞിരുന്നത്, കേന്ദ്ര സർക്കാർ ഭീകരവാദ സംഘടനയായി കണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ എൻ്റെ മകളെ അവർ കടത്തിയിരിക്കുന്നു. മരുമകൻ എന്ന് പറയുന്ന എൻ്റെ മകളെ വിവാഹം ചെയ്ത ആളെ കാണാതായിരിക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞിരുന്ന കാര്യം. അതിലെ പോലീസിൻ്റെ റിപ്പോർട്ടൊക്കെ തേടിയപ്പോൾ ഇവർ വീണ്ടും ഹാജരായി. ഹാദിയ പറഞ്ഞു, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം നേരത്തെയുള്ള വിവാഹത്തിൽ നിന്ന് മോചിതയാവുകയും, അതായത് ഷെഫിൻ ജഹാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് മോചിതയാവുകയും തിരുവനന്തപുരത്ത് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിക്കുകയുമാണ്. കോടതി അത്
ഹൈക്കോടതി അതോടുകൂടി ഈ കേസ് തീർപ്പാക്കി. ഒടുവിൽ ഈ കേസിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഒരു കണക്കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന സമിതി കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ കേസിന് വേണ്ടി ചിലവാക്കിയ ആ തുടങ്ങിയ കാലം മുതൽ അവസാനിച്ച കാലം വരെ ഈ കേസിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന സമിതി ചിലവാക്കിയ തുക അവർ തന്നെ പുറത്തുവിട്ടത് 93,85,000 രൂപ. പിന്നെ വിവിധ ചെലവുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 1 കോടിയിൽ അധികം രൂപ ഇവർ ഈ കേസിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തുടക്കം പറഞ്ഞ കാര്യം പൊന്നമ്മയുടെ അന്ത്യം. ഇവർ ഒരുപാട് തവണ മകളെ കാണാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പലതവണ പിന്നീട് ഇവർക്ക് യാത്ര ചെയ്യാൻ പലപ്പോഴും വയ്യായിരുന്നു, പലപ്പോഴും കിടപ്പിലായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ആ അമ്മയുടെ ഈ ദേവി കൃപയിൽ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയുടെ അന്ത്യം സംഭവിച്ചു. രാത്രിയോടുകൂടി തന്നെ പിതാവ് മകളെ വിളിച്ച് അമ്മ മരണപ്പെട്ടു എന്ന വിവരം അറിയിച്ചപ്പോൾ പിതാവിന് ഹാദിയ എത്താമെന്ന മറുപടി നൽകി. പിറ്റേ ദിവസം വൈകുന്നേരം വരെയും ഈ ബോഡിയും വെച്ച് മകളുടെ വരവിനായി ഈ പിതാവ് കാത്തിരുന്നു. ഏകമകളാണല്ലോ, അപ്പോൾ മകൾ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പിതാവ് കാത്തിരുന്നു. അപ്പോൾ അത് ഇത്രയും നേരമായും വന്നില്ല. ഉച്ചയോടുകൂടി വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നു. ആ പുരുഷൻ പറഞ്ഞു, ഹാദിയയുടെ ഇപ്പോഴത്തെ പങ്കാളിയാണ് ഞാൻ. അഖില എന്തിയെ എന്നുള്ള ചോദ്യത്തിന് അഖിലയല്ല, ഹാദിയയാണ്, ഹാദിയയുടെ ഇപ്പോഴത്തെ പങ്കാളിയാണ് ഞാൻ. ഹാദിയ വരില്ല, അത് ശരിയാവില്ല, ഇത് അവളുടെ അഭിപ്രായമാണ്, അവൾ തന്നെ എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മറുപടി നൽകി. ഒടുവിൽ വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടി ഈ അമ്മയുടെ മൃതശരീരം അടക്കം ചെയ്തു. ഇതാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള നാൾ വഴികൾ. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇടപെട്ടവരൊന്നും തന്നെ പിന്നീട് അങ്ങോട്ട് ഇടപെടാൻ തയ്യാറായില്ല. കാരണം ഈ കേസ് പലതവണ എൻ ഐയുടെ മുന്നിൽ വന്നു. അതുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കാൻ വന്ന പലരും മുങ്ങിക്കളഞ്ഞത്. സൈനമ, സുബൈദ, കുറേ എണ്ണമുണ്ട്. ഇവരെല്ലാം തന്നെ മുങ്ങിയത് എൻ ഐയുടെ പലതവണയുള്ള നിരീക്ഷണം എത്തിയപ്പോൾ വളരെ കേസ് ടൈറ്റായപ്പോഴാണ് പലരും ഇവരെ സഹായിക്കാതെ മുങ്ങിയത്. പിന്നെ ഒരിക്കൽ ഈ മനുഷ്യൻ ഈ കേസ് നടക്കുന്ന വേളയിൽ ഞങ്ങളുടെ ബ്യൂറോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഷിഫിൻ ജഹാൻ. അപ്പോൾ തൻ്റെ ഭാര്യയെ തടവിൽ വെച്ചേക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളും ചോദിച്ചൊരു ചോദ്യം, എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്തിയത്? അതിന് അദ്ദേഹം ഈ ബബ്ബ അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അന്നത്തെ കാഴ്ച. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. ശരി.